ഹായ്, വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് സെൽഫ് സ്പ്ലിറ്റിംഗ് ആൻഡ് സെൽഫ് സെക്ടറിംഗ്. പക്ഷേ ഈ രണ്ട് ടോപ്പിക്സിനും ഒരു പ്രശ്നമുണ്ട്. പല സ്റ്റുഡൻസിനും ഇപ്പോഴും ഈ രണ്ട് ടോപ്പിക്സും കൺഫ്യൂസിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ടോപ്പിക്സും ഏറെക്കുറെ ഒരേപോലെയാണ് അല്ലേ? സോ ഈ കൺഫ്യൂഷൻ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. സോ ആദ്യം തന്നെ എന്താണ് സെൽഫ് സ്പ്ലിറ്റിംഗ് എന്ന് പറയാം. സെൽഫ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് സെല്ലിനെ ഒരുപാട് സ്മോളർ സെല്ലുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെട്ട ഓരോ സ്മോൾ സെല്ലിനും ഓരോ ടവർ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഒരു സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി, ആ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ഇതുവഴി ഒരുപാട് മൊബൈൽ യൂസേഴ്സിന് ആ ഒരു സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാനും സാധിക്കുന്നു. ഇതാണ് സെൽഫ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, ഇനി സെൽഫ് സെക്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, സെൽഫ് സെക്ടറിങ്ങിൽ ഇവിടെ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സെല്ലുകളല്ല, മറിച്ച് ആന്റിനാസിന്റെ ഡയറക്ഷനെയാണ്. ആന്റിനാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ടവറിന്റെ ഏകദേശം ടോപ്പ് മോസ്റ്റ് പോർഷനിലാണ് ആന്റിനാസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും മൾട്ടിപ്പിൾ ആന്റിനാസ് ആയിരിക്കും, ഒന്നിലധികം ആന്റിനാസ്. അതായത് ഓരോ ആന്റിനയും അതിൻ്റെതായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 3 ആന്റിനാസ് ഒരു ടവറിൽ ഉണ്ടെങ്കിൽ ഒരു ആന്റിനയെ സ്ട്രൈറ്റ് മോസ്റ്റ് പൊസിഷനിലേക്ക് പൊസിഷൻ ചെയ്ത് വെക്കുന്നു, മറ്റൊരു ആന്റിനെ റൈറ്റ് സൈഡിലോട്ടേക്ക് പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു, അടുത്ത ആന്റിനെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഓരോ ആന്റിനെയും അതിന്റെ സിഗ്നൽ അതിൻ്റെതായിട്ടുള്ള ഡയറക്ഷനിലേക്ക് മാത്രമേ റേഡിയേറ്റ് ചെയ്യുകയുള്ളൂ, സ്പ്രെഡ് ചെയ്യുകയുള്ളൂ. അതുവഴി അവിടെ ഒരു വലിയ ശതമാനം ഇന്റർഫറൻസ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതാണ് സെൽഫ് സെക്ടറിങ്. ഓക്കെ, അതായത് സെൽഫ് സ്പ്ലിറ്റിംഗിൽ ഡിവൈഡ് ചെയ്യുന്നത് സെല്ലുകളെയാണ്. സെൽഫ് സ്പ്ലിറ്റിംഗിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് സെൽഫ് സെക്ടറിങ്ങിൽ ആന്റിനാസിന്റെ ഡയറക്ഷനെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. സോ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇന്റർഫറൻസിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ഇന്റർഫറൻസിനെ. സോ ഇതാണ് സെൽഫ് സ്പ്ലിറ്റിംഗും സെൽഫ് സെക്ടറിങ്ങും. അപ്പൊ ഇനി ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരില്ലല്ലോ അല്ലെ?